ഹായ് ഓൾ വെൽക്കം ടു വൺസ് ബിടെക് KTU 2024 സ്കീമിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൻ്റെ തേർഡ് സെമസ്റ്റർ സബ്ജക്റ്റ് ആയിട്ടുള്ള PCEET 303 എന്ന സബ്ജക്റ്റ് കോഡുള്ള DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമർ. ഈ DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമറിൻ്റെ മൊഡ്യൂൾ 2 DC മോട്ടറായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോർക്ക് ഇക്വേഷൻ ഓഫ് എ DC മോട്ടോർ, ടോർക്ക് ഇക്വേഷൻ ഓഫ് എ DC മോട്ടോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ഡിറ്റർമിൻ ദ ഡെവലപ്ഡ് ടോർക്ക് ആൻഡ് ഷാഫ്റ്റ് ടോർക്ക്. ഡെവലപ്ഡ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ടോർക്ക് ഈസ് ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ, ദാറ്റ് ഈസ് TA. ഡെവലപ്ഡ് ടോർക്ക് എന്ന് വെച്ചാൽ TA, ഷാഫ്റ്റ് ടോർക്ക് എന്ന് വെച്ചാൽ TSH. ഡെവലപ്ഡ് ടോർക്ക് എന്ന് വെച്ചാൽ TA, ഷാഫ്റ്റ് ടോർക്ക് എന്ന് വെച്ചാൽ TSH. അപ്പോൾ TA കണ്ടുപിടിക്കുക, TSH കണ്ടുപിടിക്കുക. ഓഫ് 220 വോൾട്ട് 4 പോൾ ഷണ്ട് മോട്ടോർ വിത്ത് 800 കണ്ടക്ടേഴ്സ്, verve connected, supplying a load of 8.2 kW by taking 45 ohms from the mains. The flux per pole is 25 milliweber and its armature resistance is 0.6. നമ്മളൊരു പ്രോബ്ലം എങ്ങനെ അപ്രോച്ച് ചെയ്യുക? ഏറ്റവും ആദ്യം ജസ്റ്റ് ആ പ്രോബ്ലം ഒന്ന് റീഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് രണ്ടാമത് ഒന്നുകൂടി വായിക്കുക. ആ വായിക്കുന്നതോടൊപ്പം നമ്മൾ ഗിവൺ ഡാറ്റാസ് എഴുതുക. ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണ്? ഗിവൺ ഡാറ്റാസ്: ഡിറ്റർമിൻ ദ ഡെവലപ്ഡ് ടോർക്ക്. ഡെവലപ്ഡ് ടോർക്ക് എന്ന് വെച്ചാൽ ആർമേച്ചറിലാണ് ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ TA ആൻഡ് ഷാഫ്റ്റ് ടോർക്ക് TSH ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് TA ഈസ് ഈക്വൽ ടു അറിയില്ല, TSH ഈസ് ഈക്വൽ ടു അറിയില്ല. ഷാഫ്റ്റ് ടോർക്കും ആർമേച്ചർ ടോർക്ക്. ഡെവലപ്ഡ് ടോർക്ക് മീൻസ് ദ ടോർക്ക് ഈസ് ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ ഓഫ് 220 വോൾട്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ഡാറ്റയാണ്. V ഈസ് ഈക്വൽ ടു 220 വോൾട്ട്. 4 പോൾ, P ഈസ് ഈക്വൽ ടു 4. shunt motor with 800 conductors, Z is equal to 800. Verve connected important data ആണ് കേട്ടോ. verve എന്ന് പറഞ്ഞാൽ A is equal to 2, number of armature parallel path is equal to 2. അതാണ് verveൻ്റെ ഡാറ്റ. verve എന്ന് പറഞ്ഞാൽ വെറുതെ verve എന്ന് എഴുതി വെച്ചാൽ പോരാ. A is equal to 2. ലാപ്പ് എന്നാണെങ്കിൽ A is equal to P. സപ്ലൈയിങ് എ ലോഡ് ഓഫ്, ഇത് കൊടുക്കുന്ന ലോഡ് 8.2 kW എന്ന് വെച്ചാൽ മോട്ടർ കൊടുക്കുന്ന ലോഡ്, മോട്ടറിൻ്റെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് 8.2 kW. അതാണ് കേട്ടോ. ഔട്ട്പുട്ട് പവർ is equal to 8.2 kW. ഇറ്റ് സപ്ലൈയിങ് എ ലോഡ് ഓഫ് മീൻസ് മോട്ടർ സപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ആണ്. ഔട്ട്പുട്ട് പവർ അത് 8.2 kW ബൈ ടേക്കിംഗ് 45 ആംസ് ഫ്രം ദ മെയിൻസ്. ഇത് എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 45 ആംസ്. എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 45 ആംസ്. ഓക്കെ, ദ ഫ്ലക്സ് പെർ പോൾ ഈസ് 25 milliweber. ഇത് എടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IL ആണ്. പക്ഷെ ഇവിടെ ISH നമുക്ക് തന്നിട്ടില്ല. ദർഫോർ IL ഈസ് ഈക്വൽ ടു IA. മനസ്സിലാവണ്ട. നോർമലി എടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ IL ആണ്. IL ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IA സിൻസ് ISH ഈസ് നെഗ്ലിജിബിൾ. ISH നെഗ്ലിജിബിളി സ്മോൾ ആണ്. ISH തരാത്ത. അപ്പോൾ IL ഈസ് ഈക്വൽ ടു IA പ്ലസ് ISH. ISH ഈസ് നെഗ്ലിജിബിളി സ്മോൾ. ISH ഈസ് നെഗ്ലിജിബിളി സ്മോൾ. അപ്പോൾ ISH ഇല്ലാത്തതുകൊണ്ട് IL ഈസ് ഈക്വൽ ടു IA. അപ്പോൾ ഈ സാധനം IA എന്ന് പറഞ്ഞാൽ 45 ആംസ്. ഓക്കെ, the flux per pole is 5 is equal to 25 milliweber. milliweberനെ വെബർ ആക്കാനായിട്ട് into 10⁻³ വെബർ. and its armature resistance 0.6 ohm. armature resistance 0.6 ohm. 5 is equal to 25 milliweber. milliweberനെ വെബർ ആക്കാനായിട്ട് into 10⁻³ armature resistance R is equal to 0.6 ohm. armature current is equal to 45 amps. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഡിറ്റർമിൻ ദ ആർമേച്ചർ ടോർക്ക് ആൻഡ് ഷാഫ്റ്റ് ടോർക്ക്. എ 220 വോൾട്ട് DC ഷണ്ട് മോട്ടോർ ഹാസ് 4 പോൾസ്, 800 കണ്ടക്ടേഴ്സ്, വേവ് കണക്റ്റഡ് ആർമേച്ചർ ആണ്. ഇത് സപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് മീൻസ് ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ ഓർ മെക്കാനിക്കൽ പവർ ഇസ് ഈക്വൽ ടു 8.2 kW. ഇതെടുക്കുന്ന കറണ്ട് എന്ന് വെച്ചാൽ IL ആണ്. ശരിക്കും മോട്ടർ എടുക്കുന്ന കറണ്ട് മീൻസ് IL ആണ്. ഹിയർ IL ഈസ് ഈക്വൽ ടു IA പ്ലസ് ISH. ISH ഷണ്ട് റെസിസ്റ്റൻസോ കാര്യങ്ങളോ തരാത്തതുകൊണ്ട് ഇറ്റ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ. അപ്പോൾ IL ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IA. ഫ്ലക്സ് ഈസ് 25 milliweber. ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0.6 ohm. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? TA, TSH. അപ്പോൾ TA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത്? TA ഈസ് ഈക്വൽ ടു 0.159IA into PZ by A. ഇതാണ് ഇക്വേഷൻ. P is equal to number of poles, Z is equal to number of conductors, A is equal to number of parallel path. എല്ലാതും അറിയാം. P അറിയാം. P എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. Z എന്ന് പറഞ്ഞാൽ 800 ആണ്. A എന്ന് പറഞ്ഞാൽ 2 ആണ്. 5 എന്ന് പറഞ്ഞാൽ 25 milliweber ആണ്. IA എന്ന് പറഞ്ഞാൽ 45 ആണ്. എല്ലാതും ഉണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ വേണ്ടു. സോ 0.159 into 25 into 10⁻³ into what is IA? IA is equal to 45. IA is equal to
45 5IA ഇൻറ്റു P is equal to 4 ഇൻറ്റു Z is equal to 800 by A is equal to 2. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 286.2 ന്യൂട്ടൺ മീറ്റർ. ഇതാണ് ടി എ. അപ്പോൾ ടി എയുടെ വാല്യൂ കിട്ടി. ആർമേച്ചർ ടോർക്ക്, ഡെവലപ്ഡ് ടോർക്ക് മീൻസ് ആർമേച്ചർ ടോർക്ക്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഷാഫ്റ്റ് ടോർക്ക്. ഷാഫ്റ്റ് ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു മോട്ടോർ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 2πn TSH. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് TSH? TSH ഇവിടെ നിർത്തി. ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഇൻറ്റു 2πn, ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ 2πn. Okay, so output is equal to 2πn into TSH. Okay, അപ്പോൾ ഔട്ട്പുട്ട് is equal to 2πn TSH by 60, 2πn T by 60. So TSH is equal to output into 60 divided by 2πn, output into 60 divided by 2πn. Okay, അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? n അറിയണം. 2π ഇൻറ്റു അപ്പോൾ ഔട്ട്പുട്ട് TSH is equal to ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് എത്രയാണ്? 8.2 kW ഔട്ട്പുട്ട് അറിയാം. 2πn പൈയുടെ വാല്യൂ അറിയാം. n അറിയില്ല. അപ്പോൾ n കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കാൻ എന്താ വഴി? EB is equal to V minus IARA. വാട്ട് ഈസ് EB? EB is equal to V minus IARA. എത്ര V എന്ന് പറയുന്നത്? എത്രയാ V? 220 മൈനസ് IA എത്രയാ? 45 ഇൻറ്റു RA എത്രയാ? 0.6. 45 ഇൻറ്റു 0.6. അപ്പോൾ ഇ ബിയുടെ വാല്യൂ കിട്ടും. വാട്ട് ഈസ് ഇ ബി? 193 വോൾട്ട്. 193 വോൾട്ട്. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഇ ബി കിട്ടി. ഇ ബി ഈസ് ഈക്വൽ ടു വി മൈനസ് IARA. ഇനി ഇ ബി ഈസ് ഈക്വൽ ടു 5Z/60 ഇൻറ്റു പി ബൈ എ. ഇ ബി ഈസ് ഈക്വൽ ടു 5Z/60 ഇൻറ്റു പി ബൈ എ. ഇ ബിയുടെ വാല്യൂ എത്രയാ? 193 ഈസ് ഈക്വൽ ടു 5 എത്രയാ? 25 ഇൻറ്റു 10⁻³ അല്ലേ? 5 എന്ന് പറഞ്ഞാൽ എത്ര തന്നിരിക്കുന്നത്? 25 മില്ലി വെബർ ഇൻറ്റു സെഡ് എത്രയാ? 800 ഇൻറ്റു എൻ എത്രയാ? അറിയില്ല. ഇൻറ്റു പി എത്രയാ? നമ്പർ ഓഫ് പോൾസ് എത്രയാണ് തന്നിരിക്കുന്നത്? 4. നമ്പർ ഓഫ് പോൾസ് ഇസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു എ. എ എത്രയാ? 2. ഇതിൽ നിന്ന് അൺനോൺ പാരാമീറ്റർ എൻ കിട്ടും. എൻ ഇവിടെ നിർത്തുക, ബാക്കിയുള്ളത് ഒക്കെ അപ്പുറത്തേക്ക് പോവുക. ഇതിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ കിട്ടും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എൻ? 289.5. 289.5 RPM. 289.5 RPM. N is equal to 289.5 RPM. N കിട്ടി. N കിട്ടി കഴിഞ്ഞാൽ TSH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലേ വേണ്ടു. അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ എഴുതാണ് TSH is equal to output into 60 divided by 2πn. Okay. ഔട്ട്പുട്ട് എത്രയാ? 8.2 kW. 8.2 kW-നെ 8.2 ഇൻറ്റു 1000 kW-നെ W ആക്കാനായിട്ട് ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു എന്നിൻ്റെ വാല്യൂ 289.5. 289.5. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 270.5 ന്യൂട്ടൺ മീറ്റർ. 270.5 ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ TSH is equal to 270.5 ന്യൂട്ടൺ മീറ്റർ. ക്ലിയർ? അപ്പോൾ ടി എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.159 ഇൻറ്റു പി സെഡ് ബൈ എ. 0.159 5IA ഇൻറ്റു പി സെഡ് ബൈ എ. അപ്പോൾ ടി എ കിട്ടി. പിന്നെ TSH ഔട്ട്പുട്ട് is equal to 2πn T by 60 or TSH by 60. ഓക്കെ. TSH is equal to 60 ഇൻറ്റു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ 2πn. ഔട്ട്പുട്ട് എത്രയാ? 8.2 kW. അപ്പോൾ അത് ഞാൻ W ആക്കാനായിട്ട് ഇൻറ്റു 1000 ഇൻറ്റു 60 ബൈ 2πn. എൻ അറിയില്ല. എൻ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്തേ? ഇ ബി is equal to V minus IRA. അതിൽ നിന്ന് ഇ ബി കിട്ടി. ഇ ബി is equal to 5Z/60 ഇൻറ്റു പി ബൈ എ. അതിൽ നിന്ന് എൻ കിട്ടി. എൻ is equal to 289.5. എൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ TSH അല്ലാതുമായി. അതായത് ഔട്ട്പുട്ട് ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14 ഇൻറ്റു എൻ. അപ്പോൾ 270.5 ന്യൂട്ടൺ മീറ്റർ. TSH is equal to 270.5 ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ടോർക്ക് ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.